നമ്മുടെ സഞ്ചാർ സാഥി ആപ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അതിൽ വലിയ വിമർശനം വന്നതിനെ തുടർന്നാണ് അത് പിൻവലിച്ചത്. അതായത് ആളുകളുടെ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന, അവരെ സർവൈലൻസിൽ നിർത്തുന്ന ഒരു ആപ്പാണ് എന്നുള്ള നിലക്കാണ് അതിനെതിരെ വലിയ വിമർശനമുയരുകയും പാർലമെൻറ്റിൽ വലിയ ബഹളം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ അത് പിൻവലിക്കുകയും ചെയ്തത്. പക്ഷേ പിൻവലിച്ചാലും അത് നമ്മളെ പിന്തുടരും എന്നുള്ളൊരു വിമർശനവും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായി വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ ലൊക്കേഷൻ എപ്പോഴും ഇനാബിൾ ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ എവിടെ പോകുന്നു എന്നുള്ളത് അറിയാൻ സാധിക്കുന്ന രൂപത്തിൽ നമ്മുടെ ലൊക്കേഷൻ എപ്പോഴും ഓണായിരിക്കണം. അത് പുതുതായി വരുന്ന ഫോണുകളിൽ ഡിഫോൾട്ടായിട്ട് ഓണായി ഇരിക്കും. അത് നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആ പറഞ്ഞതിനർത്ഥം. അതായത് ഇതിലൂടെ ഓരോ പൗരൻ്റെയും അയാൾ എവിടെ പോകുന്നു, എവിടേക്ക് വരുന്നു എന്നൊക്കെ കൃത്യമായി അറിയാൻ സംവിധാനം ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞതിനർത്ഥം. അതായത് നമ്മൾ ഒരു സഞ്ചാർ സാഥി എന്ന് പറഞ്ഞ ആപ്പിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചു, പ്രതിഷേധം കൊണ്ടുവന്നു. പക്ഷേ അത് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ മറുഭാഗത്ത് നിങ്ങളുടെ ലൊക്കേഷൻ ഞങ്ങൾ ട്രേസ് ചെയ്യുന്നുണ്ട് എന്നങ്ങ് തീരുമാനിക്കുകയാണ്. ഇതൊക്കെ അവരങ്ങ് തീരുമാനിക്കുന്നു, അവരങ്ങ് നടപ്പിലാക്കുന്നു. ചോദ്യം ഉത്തരവൊന്നുമില്ല. ഈ സഞ്ചാർ സാധ്യതയുടെ കാര്യത്തിൽ പോലും സർക്കാർ ജസ്റ്റ് ഒന്ന് വിഡ്രോ ചെയ്തിട്ടേ ഉള്ളൂ. പൂർണ്ണമായും സഞ്ചാർ സാധ്യ പ്രോജക്റ്റ് സർക്കാർ ഉപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സർവൈലൻസ് പരിപാടി ആലോചനയില്ല, ഞങ്ങൾ ആരെയും നിരീക്ഷിക്കാൻ പോകുന്നില്ല എന്നും അവരോടെയും പറഞ്ഞിട്ടില്ല. അത് വലിയ പ്രശ്നമായി മാറുകയും എല്ലാവരും ഒന്ന് ഡിസ്കസ് ചെയ്യുകയും അതിൻ്റെ പൊള്ളത്തരം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിരിക്കുന്നത് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. ഒരു സമഗ്രാധിപത്യ സ്റ്റേറ്റ്, ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ്റെ മുമ്പ് ധ്രുവ റാട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഓട്ടോക്രാറ്റിക് സർക്കാരായി മാറുന്നു, ഒരു സമഗ്രാധിപത്യ ഭരണകൂടമായിട്ട് നമ്മൾ മാറുന്നു, നമ്മുടെ ജനാധിപത്യം നഷ്ടപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി സംസാരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എൻഗേജ് ചെയ്ത വീഡിയോ ആണ്. കാരണം നമ്മുടെ ഇത് ഒരു ജനാധിപത്യ രാജ്യമല്ലാതെ ഒരാൾ കംപ്ലീറ്റായി നിയന്ത്രിക്കുകയും നിരീക്ഷിക്കുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രാജ്യമായി മാറുകയാണോ എന്ന ആശങ്ക ആളുകൾക്കുള്ളതാണ്. ആ ആശങ്കയെ കൂടുതൽ സ്ഥിരീകരിക്കുന്നതാണ് ഇപ്പോൾ വരുന്ന ഈ ഡീറ്റെയിൽസ്. ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റിന്, ഒരു സമഗ്രാധിപത്യ സർക്കാരിന് എല്ലായ്പ്പോഴുമുള്ള ഒരു ആഗ്രഹമാണ് ജനങ്ങളെ ഫുൾ കൺട്രോൾ എടുക്കുക എന്നുള്ളത്. അവരെ കംപ്ലീറ്റായിട്ട് കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക, മാനിപ്പുലേറ്റ് ചെയ്യുക. അതെപ്പോഴും ഏത് ഫാസിസ്റ്റ് ഭരണകൂടവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഡൽഹി IIT വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന സംഗതി എന്ന് വെച്ചാൽ, അതായത് നമ്മുടെ GPS നമ്മൾ ഓണാക്കിയിട്ടാൽ GPS നമ്മുടെ ജസ്റ്റ് ലൊക്കേഷൻ അറിയുക മാത്രമല്ല, GPS നിങ്ങൾ വളരെ ശാസ്ത്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ GPS ഒരു വ്യക്തി ഇരിക്കുകയാണോ, ഇപ്പോൾ കയ്യിൽ ഫോണിൽ ഇപ്പോൾ ഇരിക്കുകയാണോ, നിൽക്കുകയാണോ, അയാൾ നിൽക്കുന്ന പ്രതലം എന്ന് പറയുന്നത് ഏതാണ്, അയാൾ പുറത്ത് ആൾക്കൂട്ടമുള്ള സ്ഥലത്താണോ, മുറിക്കകത്താണോ, അയാൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് അടക്കം ജഡ്ജ് ചെയ്യാൻ, അനലൈസ് ചെയ്യാൻ GPS കഴിയുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കേവലമായ ലൊക്കേഷൻ, ഒരു വേഗമായിട്ടുള്ള ലൊക്കേഷൻ മാത്രമല്ല, ആക്യുറേറ്റ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ 1 മീറ്റർ പരിസരത്തുള്ള ആക്യുറേറ്റ് ലൊക്കേഷൻ പ്ലസ് നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം വരെ അനലൈസ് ചെയ്യാൻ ഇതിന് പറ്റുന്നതാണ്. ഇത് നിർബന്ധമായും നിങ്ങൾ ഫോണിൽ ഇത് ഇൻബിൽട്ടായി ചേർത്തിരിക്കണം. അത് യൂസർക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നാണ് സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇതിനെതിരെ ഇപ്പോൾ ആപ്പിൾ അടക്കമുള്ള കമ്പനികൾ ഇത് പാടില്ലാത്തതാണെന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ് പല വഴിക്ക് ആളുകളെ നിയന്ത്രിക്കാനും പിടിക്കാനും ശ്രമിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിത്. അപ്പോൾ ഗവൺമെൻറ് എപ്പോഴും പറഞ്ഞ കാര്യം രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയും തെഫ്റ്റ് പിടിക്കാനും കള്ളത്തരം പിടിക്കാനും ഒക്കെ, അല്ലെങ്കിൽ വ്യാജ ഫോൺ പിടിക്കാനൊക്കെ ഇത് വേണമെന്നാണ്. ഒന്നാമത് നമ്മൾ നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു നിയമം കൊണ്ടുവരുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്തുമ്പോഴോ അതിൽ സർക്കാർ പറയുന്ന ഒരു കാരണം ഉണ്ടാവും. ആ കാരണം ഒരിക്കലും ശരിയായതായിരിക്കില്ല. നോട്ട് നിരോധനം നടപ്പിലാക്കുമ്പോൾ ഇവർ പറഞ്ഞതാണ് കള്ളപ്പണം തടയാനാണ് എന്നതാണ്. പക്ഷേ നോട്ട് നിരോധനത്തിൻ്റെ പ്രോസസ്സ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി കള്ളപ്പണം ഒന്നും കിട്ടിയിട്ടില്ലെന്ന് മനസ്സിലായി. രണ്ടാമത് ഇവർ പറഞ്ഞത് ഭീകരവാദം തടയാനാണെന്നാണ്. ഭീകരവാദം തടയുന്നതിൽ ഒരു നിലയ്ക്ക് മുന്നോട്ട് പോയിട്ടില്ല. നമ്മൾ പഹൽഗാം അടക്കം അനുഭവിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ ഉദ്ദേശം അതായിരുന്നില്ല. ദുരൂഹമായ മറ്റു പല ലക്ഷ്യങ്ങളുണ്ട്. ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നപ്പോൾ ഇവർ ചില മഹനീയമായ ലക്ഷ്യങ്ങൾ പറഞ്ഞു. പക്ഷേ അവസാനം ഇലക്ട്രൽ ബോണ്ടിൽ കാശ് കിട്ടിയവരുടെ കണക്ക് പുറത്ത് വന്നപ്പം BJPക്ക് പൈസ അടിക്കാനുള്ള പരിപാടിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യം പറയും, പൗരത്വത്തിൻ്റെ കാര്യം പറയും. ഇതിനൊക്കെ അവർ പറയുന്നതല്ല അവരുടെ ലക്ഷ്യം, അവർക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ട്. ഇതിലും മനസ്സിലാക്കേണ്ട കാര്യമാണ് രാജ്യസുരക്ഷ. പെഗാസസ് എന്ന് പറഞ്ഞ ഫോൺ ചോർത്തൽ വിവാദം, അത് ഇസ്രയേലി സോഫ്റ്റ്വെയറാണ്. നമ്മുടെ അനുവാദമില്ലാതെ സിംഗിൾ ക്ലിക്കിൽ ഇതിനകത്ത് വന്ന് കയറും. നമുക്ക് എല്ലാ തരത്തിലുള്ള സംഗതിയും ചോർത്തിക്കൊണ്ടു പോകാൻ പറ്റും. അത് ജഡ്ജിമാരെയും പ്രതിപക്ഷ നേതാവിനെ അടക്കം ചോർത്തി എന്നാണ് ഇപ്പോൾ ആംനസ്റ്റി പറയുന്നത്. അത് സുപ്രീം കോടതി വന്നപ്പോഴും അവർ പറഞ്ഞത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഞങ്ങളത് വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും പറയാൻ പറ്റില്ല എന്നാണ് അവരുടെ പൊസിഷൻ. ഇതിനകത്തെടുത്ത് നോക്കിയപ്പോൾ സഞ്ചാർ സാധി ഉദ്ദേശം എല്ലായിടത്തും ഒന്നിനാണ്. സഞ്ചാർ സാധി എടുക്കുമ്പോൾ എന്താ, സഞ്ചാർ സാധി പറയുന്നത് നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയാൽ ആ ഫോൺ കണ്ടെടുക്കാനുള്ള പ്രധാന ഉപാധിയാണ് സഞ്ചാർ സാധി ആപ്പ് എന്നാണ്. ആപ്പ് ഫോണിലാണല്ലോ, ഈ ഫോണും കാണാതെ പോയി.
എന്നിട്ട് പിന്നെ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യും? ആ ആപ്പ് വഴിയാണ് പിന്നെ ഫോൺ കാണാതെ പോയി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെ പറ്റിയെന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ വെബ്സൈറ്റ് ഓൺ ആക്കിയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇതൊന്നുമില്ലാതെ തന്നെ നമ്മുടെ ഫോൺ കണ്ടെത്താൻ ഫൈൻഡ് മൈ ആപ്പ് എന്ന് പറഞ്ഞ ഫോൺ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻസും ആപ്പിളിലും സാംസങ്ങിലും എല്ലാം ഓരോ മോഡലിൽ പുറത്ത് വരുമ്പോഴും പരമാവധി അഡ്വാൻസ്ഡ് ആയിട്ട് അവർ അവതരിപ്പിക്കുകയാണ്. ആപ്പിളൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ റീപ്ലേസ് ചെയ്യുക ചെയ്യും. അപ്പോൾ അത്രയും ആക്യുറസി ഉള്ള ഫൈൻഡ് മൈ ഡിവൈസ് ഓപ്ഷൻസ് ഈ ഡിവൈസുകളെല്ലാം ഉണ്ടായിരിക്കെ സർക്കാർ പൊട്ട ആപ്പുമായിട്ട് വരികയാണ്. ഈ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ കാണാതെ പോയാൽ കിട്ടും എന്ന് പറയാണ്. പിന്നെയും അതിനകത്ത് ബേസിക് സംഗതികളുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് KYC അപ്ഡേറ്റ് ചെയ്താൽ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന കാര്യമുണ്ട്. ഡാറ്റ ചോർത്തുന്നത് തടയാനാണ് എന്ന് പറയാണ് സർക്കാർ. പിന്നെ ഫോൾസ് ആയിട്ടുള്ള സംഗതി വരുമ്പോൾ അത് ഫ്ലാഗ് ചെയ്യാൻ ഈ ആപ്പ് പറ്റും നിൽക്കുക. അതൊക്കെ സർവീസ് പ്രൊവൈഡർക്ക് ഈസിയായി പറ്റുന്ന കാര്യങ്ങളാണ്. അതിനിങ്ങനൊരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം എന്ന് പറയാണ്. അപ്പോൾ ഡാറ്റ ലീക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വെറുതെ ആധാർ ആലോചിച്ച് നോക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാറ്റ ലീക്കാവുന്നത് സർക്കാരിൻ്റെ ആധാർ വഴിയാണ്. അത് തടയാൻ സർക്കാരിന് ഒരു പരിപാടിയും ഇല്ല എന്നിരിക്കെ നമ്മുടെ ഫോണിൽ ഒരു സംഗതി കൊണ്ടുവന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സുരക്ഷ ഉറപ്പാക്കാൻ, പൗരൻ്റെ സ്വകാര്യത സംരക്ഷിക്കാനും പൗരൻ്റെ ഡേറ്റ സംരക്ഷിക്കാനും എന്തൊരു ആവേശമാണ് മോദി സർക്കാർ എന്ന് ഓർക്കണം. ഏതാ വഴി കിടക്കാണ് ആധാർ കെട്ടുകണക്കിന്. അപ്പോഴാണ് ഈ ആത്മാർത്ഥം കൊണ്ട് വരുന്നത്. എന്താണ് ഈ ആത്മാർത്ഥത? നമ്മൾ ഫോൺ എടുക്കുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് പ്രീ ഇൻസ്റ്റാൾ ചെയ്യുന്ന സാധനം ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫോണിൽ കോൾ ആക്സസ് ചെയ്യാൻ പറ്റണം, കോൾ മേക്ക് ചെയ്യാൻ പറ്റണം, SMS സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അനുമതിയെല്ലാം നമ്മളതിന് കൊടുക്കണം. ക്യാമറ, പിന്നെ നമ്മുടെ USB, നമ്മുടെ ഇമേജസ് എല്ലാം ഇതിന് ആക്സസ് ചെയ്യാൻ പറ്റണം. ഇതെന്തിനാണെന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ GPS വഴി നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം, നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം, നമ്മുടെ ഫോണിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം, നമ്മൾ ആരെ വിളിക്കുന്നു, നമുക്ക് ആരെ SMS അയക്കുന്നു. ഇനിയിപ്പോൾ സർക്കാർ തന്നെ സർക്കാർ തന്നെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് സർക്കാരിൻ്റെ അതിൽ ഏജൻസിക്ക് എന്തെങ്കിലും സാധനം കൊണ്ട് ഇഞ്ചെക്ട് ചെയ്യണമെങ്കിൽ കിടക്കാനുള്ള ആപ്പ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേശീയ സുരക്ഷ എന്ന പേരിൽ സർക്കാർ നടപ്പിലാക്കുന്ന പരിപാടികൾക്കെല്ലാം സർക്കാരിന് നിഗൂഢമായ താല്പര്യങ്ങളുണ്ട്. ഇങ്ങനെ ഇപ്പോൾ GPS കാര്യം പറയുമ്പോൾ നമ്മൾ ലോകത്തെവിടെയുമില്ല, മൊബൈൽ കമ്പനികൾ പറഞ്ഞു ലോകത്തെവിടെയും GPS ഇൻബിൽട്ടായിട്ട് ഓണാക്കണം, യൂസർക്ക് ഓഫ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന നിബന്ധന ലോകത്തെവിടെയില്ല. പിന്നെയും സമാനമായ സംഗതി ഉള്ളത് ഇവിടെ റഷ്യയിലാണ്. അവിടെ പുട്ടിൻ്റെ പണി എന്താണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പ്രതിപക്ഷ നേതാവിനടക്കം സംഭവിച്ചത് എന്താണെന്ന്. പുട്ടിന് ഒരു ചില സർവൈലൻസ് താല്പര്യങ്ങളുണ്ട്. ഫ്രണ്ടാണ്. അതാണ്. അപ്പം അത് ഇന്ത്യയിൽ ഓരോ സ്ഥലത്ത് നടപ്പിലാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ജി. അപ്പോൾ ഇത് എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളൂ. ഇതിൽ നിന്ന് ആർക്കും രക്ഷയൊന്നുമില്ല. സ്വകാര്യത എന്ന് പറയുന്ന ഒരു പൗരൻ്റെ അടിസ്ഥാന ജീവിത സത്തയാണ്. അത് സർക്കാർ പിടിച്ചു പറിക്കാൻ ശ്രമിക്കുകയാണ് ഈ വക കള്ളത്തരം കാണിച്ചുകൊണ്ട്. സഞ്ചാർ സാധിയിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയതുകൊണ്ട് സർക്കാരിൻ്റെ താല്പര്യം ഇല്ലാതാവുന്നില്ല. മുഴുവൻ മനുഷ്യരെ നിയന്ത്രിക്കുക, മുഴുവൻ മനുഷ്യരെ നിരീക്ഷിക്കുക, മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശം അതിനകത്തുണ്ട്. അത് കുറേ സുരക്ഷാ പ്രശ്നമുണ്ട്. എല്ലാവരും ആക്യുറേറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ കിട്ടുക എന്ന് വെച്ചാൽ ആക്യുറേറ്റ് അറ്റാക്ക് പോലും നടത്താൻ പറ്റില്ലേ? അപ്പോൾ ആരെ വേണമെങ്കിലും ഇപ്പോൾ ഭയങ്കര VIP തലത്തിലുള്ള പ്രതിപക്ഷ നേതാവ്, മന്ത്രിമാർ, ജഡ്ജിമാർ, അവരുടെയൊക്കെ ആക്യുറേറ്റ് ലൊക്കേഷൻ ആർക്കും എടുക്കാൻ കഴിയുന്ന നില വരും. അപ്പോൾ സുരക്ഷാ പ്രശ്നങ്ങളാണ് സത്യത്തിലുള്ളത്. സർക്കാരിൻ്റെ സുരക്ഷാ ഓപ്പറേഷൻസ് മാത്രമല്ല. അപ്പോൾ ഗവൺമെൻറ്റിന് ഇപ്പോൾ റോയിറ്റേഴ്സ് ഗവൺമെൻറ്റിനോട് ചോദിച്ചു എൻ്റെ കാരണങ്ങൾ, അത് വിശദീകരിക്കാൻ പോലും സർക്കാരിന് പറ്റുന്നില്ല. സഞ്ചാർ സാധി പിൻവലിച്ചെന്നുകൊണ്ടാണ് സഞ്ചാർ സാധി മുന്നോട്ട് നോക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ടെക്കുകൾ ഒറ്റ ചോദ്യത്തിൽ പൊട്ടിച്ച് കളഞ്ഞു. അതിന് ആൻസർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും കള്ളി വെളിച്ചത്തായപ്പോൾ പെട്ടെന്ന് സ്റ്റെപ്പ് ബാക്കിയാണ് ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന ഉത്തരവ്. അപ്പോൾ ഇത് നമ്മളെ എല്ലാവരെയും നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും നമ്മളെയൊക്കെ സർക്കാരിന് ഇഷ്ടമുള്ള ഗോൾ പോസ്റ്റിലേക്ക് തട്ടാനും തക്കവണ്ണമുള്ള പണി ഇണക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഉത്തമ ബോധ്യം ആൾക്കാർക്ക് വേണം. ചില്ലറ കളിയൊന്നുമല്ല കേന്ദ്ര സർക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും രസമായിരിക്കും ദേശീയ സുരക്ഷ, മോദി സർക്കാർ, എന്നൊക്കെ വിളിക്കാനൊക്കെ രസമായിരിക്കും. അവനെ ബീഹാർ കഴിഞ്ഞ ദിവസം കണ്ടില്ല ഒരു മനുഷ്യൻ, ഞാൻ മോദിയുടെ ഭക്തനായിരുന്നു, എന്നിട്ട് എൻ്റെ വീടിടിച്ച് കളഞ്ഞവർ കരയുന്നത്. അങ്ങനെ കരയാൻ എല്ലാവർക്കും ഇടവരാതിരിക്കാൻ നമുക്ക് ഇതിനെക്കുറിച്ച് ജാഗ്രത ഉണ്ടാവണമെന്ന് ഞാൻ പറയുള്ളൂ. മനുഷ്യൻ്റെ സ്വകാര്യതയ്ക്ക് ഒരു വിലയും കൽപ്പിക്കാതെ മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ. സ്വകാര്യത, ഇതിപ്പോൾ ഒരു കാര്യം ആലോചിക്കാൻ, നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ വരുന്ന മിത്രങ്ങൾ വന്ന് ഇടാനിടയുള്ള ഒരു കമൻ്റ് എന്ന് വെച്ചാൽ, മൊട്ടെ നിനക്ക് എന്താ പ്രശ്നം, നിനക്ക് എന്താ വിളിച്ചു വെക്കാനുള്ളത് എന്നാണ് ചോദിക്കുക. ഇത് ഇങ്ങനെ ഈ ഭരണകൂട ഭക്തരായിട്ടുള്ള ആളുകൾ എല്ലാ കാലത്തും ചോദിക്കുന്നൊരു ചോദ്യമാണ്. സ്വകാര്യത, ആളുകളുടെ സ്വകാര്യത ലംഘിക്കുക എന്ന അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് ചെയ്യുന്ന പണിയല്ല ഇത്. സർവിലൻസ് എന്നുള്ളതാണ്. എല്ലാം ഫാസിസ്റ്റ് ഭരണകൂട, അമിതാധികാര ഭരണകൂടങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് നിരീക്ഷണം. സർവിലൻസ് ഇൻഡസ്ട്രി എന്നുള്ളത് ഇന്ന് ലോകത്തെ ഏറ്റവും ത്രൈവിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. അതിനു വേണ്ടിയുള്ള ടൂളുകൾ, ഡിവൈസുകൾ, പുതിയ ടെക്നോളജികൾ, AI ജനറേറ്റഡായിട്ടുള്ള സംഗതികൾ, ബയോമെട്രിക് ഡാറ്റാബേസ്, ഈ സെൻസറിങ്
കപ്പാസിറ്റിയുള്ള ക്യാമറകൾ, അതൊക്കെ ഭയങ്കര CCTV ഒക്കെ പ്രത്യക്ഷമായിരിക്കും. CCTV ഒന്നും വരിക, CCTV ഒന്നൊരു വിലയില്ല ഇപ്പോൾ. അതൊക്കെ ആരും മൈൻഡ് ചെയ്യുന്നു. അത് അങ്ങനെ വെച്ചാൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ എക്സ്പെരിമെൻ്റൽ നടക്കുന്ന ഇൻഡസ്ട്രി എന്ന് പറയാവുന്നതാണ് ഈ സർവൈലൻസ് ഇൻഡസ്ട്രി എന്നുള്ളത്. അത് ഭരണകൂടം. ഈ നൗഫൽ ഇത് ചാർലി ചാപ്ലിൻ്റെ മോഡേൺ ടൈംസ് കണ്ടിട്ടുണ്ടോ? മോഡേൺ ടൈംസിനെ കുറിച്ച് ഞാൻ 20 തവണ കണ്ട സിനിമയാണത്. മോഡേൺ ടൈംസ് 1935 36 പുറത്തിറങ്ങുന്നത്. അതിൽ രംഗമുണ്ട് ഓർമ്മ. ഈ ചെങ്ങ ഈ അസംബ്ലി ലൈനിൽ സ്ക്രൂ തിരിച്ച് മടുക്കുമ്പോൾ സിഗരറ്റ് വാഷ്റൂമിലേക്ക് പോയിട്ട് സിഗരറ്റ് കത്തിക്കുന്നുണ്ട്. സിഗരറ്റ് കത്തിക്കുമ്പോൾ ചുമരുന്ന് ഈ സ്ക്രീനിൽ മുതലാളി പോടാ പോയി പണിയെടുക്കണമെന്ന് പറയുന്നത്. നോക്കടാ, 1935 ഈ ചങ്ങായി ഇത് വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ ഇതാണ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്, വരാൻ പോകുന്നുള്ള സംഗതിയാണ്. 35 ഈ മോഡേൺ ടൈംസ് ഇറങ്ങുന്നു. ഈ മൊത്തത്തിൽ ഈ സർവിലൻസ് സ്റ്റേറ്റുകളെ കുറിച്ച് ഉപയോഗിക്കുന്ന ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഓവേലിയൻ റിപ്പബ്ലിക് എന്ന് പറഞ്ഞത്. ജോർജ് ഓവലിൻ്റെ 1984 എന്ന് പറഞ്ഞ നോവലുണ്ട്. അതിറങ്ങുന്നത് 1949 ജോർജ് ഓവൽ അന്ന് വിഷ്വലൈസ് ചെയ്ത സർവിലൻസിൻ്റെ കുറേ അധികം രസകരമായിട്ടുള്ള മാതൃകകളുണ്ട്. അതുകൊണ്ടാണ് ഈ ഓവേലിയൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഈ സർവിലൻസിന് ഭയങ്കരമായിട്ട് ഇത് കൊടുക്കുന്ന രാജ്യങ്ങൾക്ക്. നമ്മളിന്ന് ഉപയോഗിക്കുന്ന പല പദങ്ങളും ഈ ജോർജ് ഓവലിൻ്റെ 84 എന്നുള്ളതാണ്. ബിഗ് ബ്രദർ വാച്ചിങ് യു, അത് ഓവലാണ് ആദ്യമായിട്ട് പ്രയോഗിക്കുന്നത്. തോട്ട് പോലീസ് എന്ന് പറഞ്ഞാൽ നൗഫൽ ഇപ്പോൾ ആലോചിക്കുകയാണ്, എന്താണ് നരേന്ദ്രമോദി BJPക്കെതിരെ ഒരു പാർട്ടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം. അപ്പം ഈ ആളുകളുടെ തിങ്കിങ് പ്രോസസ്സിനൊക്കെ പിടിച്ചെടുക്കാൻ പറ്റുന്ന പോലീസിങ് സംവിധാനം, അതാണ് തോട്ട് പോലീസ് എന്ന് പറയുന്ന സംഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 49 ഈ മനുഷ്യൻ എഴുതുന്നത്, 84 എന്ന് പറയുന്ന നോവൽ എഴുതുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഈസ്റ്റ് ജർമ്മനി എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടായിരുന്നു, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം. ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ സർവിലൻസ് സിസ്റ്റംസ് പഠിച്ചാൽ നമ്മൾ ചിരിച്ച് മണ്ണ് കപ്പിപ്പോവും. ആ ജാതി സെറ്റപ്പുകളാണ് അവിടെ. അപ്പോൾ ഇവിടെ ഈസ്റ്റ് ജർമ്മനിയിൽ സ്റ്റാസി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ രഹസ്യ പോലീസുണ്ട്. അതിൻ്റെ ഒരു കണക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവറി 63% ഇൻഡിവിജ്വൽ 1 സ്പൈ എന്നുള്ളതാണ് അവിടുത്തെ മൊത്തം കണക്ക്. കണക്കെന്താ? അത് മൊത്തം ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന സ്പൈ ഗവൺമെൻറ് ചാരന്മാരുടെ ഈ രഹസ്യ പോലീസിൻ്റെ എണ്ണവും മൊത്തം ജനങ്ങളെയും ഹരിക്കുമ്പോണ്ടാകുന്നൊരു ഡാറ്റയാണത്, മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെയാണ് എവറി 63% 1 സ്പൈ 1 സീക്രട്ട് പോലീസ് എന്ന് പറയുന്നത്. ഈ സ്റ്റാസിയെക്കുറിച്ച് ഒരുപാട് സംഗതികളുണ്ട്. സ്റ്റാസിക്ക് സ്മെൽ ബാങ്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ നൗഫലിൻ്റെ സ്മെല്ല് ഡിറ്റക്റ്റ് ചെയ്യുക, അങ്ങനെ നിഷാദിൻ്റെ സ്മെല്ല് ഡിറ്റക്റ്റ് ചെയ്യുക, പിടിച്ചെടുക്കുക. അതെന്താ ടെക്നോളജി എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് സ്മെൽ ബാങ്കുകൾ സൂക്ഷിക്കുക. അപ്പോൾ ഒരു ഇഷ്യൂ വരുമ്പോൾ ഇന്നിപ്പോൾ ഈ ബയോമെട്രിക് സൂക്ഷിക്കുന്നില്ലേ, പലതരം ബോഡി ഇത് സൂക്ഷിക്കുന്നില്ലേ, കണ്ണിൻ്റെ ഇത് സൂക്ഷിക്കുന്നു, അതേമാതിരി സ്മെൽ ബാങ്കുകൾ സൂക്ഷിക്കുക. ഇങ്ങനെ ലോകത്തൊരു സർവിലൻസ് റെജീമിന് എത്രത്തോളം മാരകമായി പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ആധുനിക കാലത്ത് ഏറ്റവും മികച്ച ഉദാഹരണങ്ങളൊന്നാണ് ഈസ്റ്റ് ജർമ്മനി എന്ന് പറയുന്നത്. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? സ്റ്റേറ്റ് സെക്യൂരിറ്റി. മിത്രങ്ങൾ തന്നെ പറയാം, സ്റ്റേറ്റ് സെക്യൂരിറ്റി. നോക്കൂ, ഈസ്റ്റ് ജർമ്മനി സാമ്പത്തികമായിട്ടൊന്നും കുഴപ്പത്തിലൊന്നും ആയിരുന്നില്ല. ഈ പറയുന്ന സർവ്വ സെക്യൂരിറ്റിയും സെറ്റപ്പുകളും സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. പൊടുന്നതിന് ദിവസം 89 ബെർലിൻ വാൾ തകർന്നു വീഴുന്നു, ആ രാജ്യം ഇല്ലാണ്ടായി പോകുന്നു. അങ്ങനെ രാജ്യം ഇന്നില്ല. 89 എന്താണ് ഷൂവായിപ്പോയി. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഈ ഈസ്റ്റ് ജർമ്മനി തകർന്നു, ജർമ്മൻ യൂണിഫിക്കേഷൻ നടക്കുന്നു 89. 91 അവിടെ പാർലമെൻറ്റ് നിയമം പാസ്സാക്കുന്നുണ്ട്. സ്റ്റാസി റെക്കോർഡ്സ് ആക്ട് എന്നാണ് അതിൻ്റെ പേര്. ഭയങ്കര രസമാണ് നിയമം. രസം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും സ്റ്റാസി എന്നെക്കുറിച്ച് കീപ്പ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എന്താണ്, ഫയലുകൾ എന്താണ് എന്ന് അതെനിക്ക് ആക്സസ് ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ ഓരോ പൗരനും അവകാശം കൊടുക്കുന്ന ബില്ലാണത്, സ്റ്റാസി റെക്കോർഡ്സ് ആക്ട്. അത്രയ്ക്ക് മാരകമായത് ഇതിൻ്റെ പ്രഹരശേഷി എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ മിത്രങ്ങളുടെ വാദം നമുക്ക് മുഖവിലേക്ക് എടുക്കാം. ഇതെന്തിനു വേണ്ടിയാണ്? സ്റ്റേറ്റ് സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്, സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, രാജ്യത്തിനെതിരെ തുരപ്പം പണിയെടുക്കുന്ന ആളുകളെ പുറകെ കൂടി പിന്നാലെ കൂടി പിടിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ നല്ല കാര്യം. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. നോക്കൂ, ഇന്ന് ലോകത്ത് നമ്മുടെ ഇപ്പം പ്രൈവസി ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് ലണ്ടൻ ബേസ്ഡ് ആയുള്ള ഒരു NGO ഉണ്ട്. അവർ എല്ലാ വർഷവും ഈ പ്രൈവസി ബ്രീച്ചിനെ കുറിച്ചുള്ള ഓരോ രാജ്യത്തെയും പ്രൈവസി ബ്രീച്ചിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കാറുണ്ട്.
അവരുടെ ഒരു ഇതിനകത്ത് ആദ്യ ലോകത്ത് ഈ പറയുന്ന സർവിലൻസിൻ്റെ കാര്യത്തിൽ ആദ്യ നിരയിൽ വരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേൽ അങ്ങനെ സുരക്ഷിതമായ രാജ്യമാണെന്ന് ആരെങ്കിലും പറയുമോ? ഏതെങ്കിലും അതിൻ്റെ അതിർത്തികൾ പോലും ഇതുവരെയായിട്ട് നിശ്ചയിക്കാൻ പറ്റില്ല അതൊരു രാജ്യമാണത്. ഇനി നമ്മൾ വേറൊരു കാര്യം എടുക്കുക. ലോകത്ത് ഏത് ഇൻഡെക്സ് എടുത്ത് നോക്കിയാലും, പീസ് ഇൻഡെക്സ് ആകട്ടെ, ഹാപ്പിനെസ് ഇൻഡെക്സ് ആകട്ടെ, ഏത് ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാലും മുൻനിരയിൽ നിൽക്കുന്ന രാജ്യമാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ, നോർഡിക് കൺട്രീസ് എന്ന് പറയുന്നത്. നോക്കൂ, മിലിറ്ററി എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ, സർവിലൻസിൻ്റെ കാര്യത്തിൽ, ഇതിലെല്ലാറ്റിലും ഏറ്റവും പുറകിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് അവ എന്നും കൂടെ മനസ്സിലാക്കണം. എങ്ങനെയാണ് അവർക്ക് ഈ സെക്യൂരിറ്റി ഉണ്ടാകുന്നത്? അപ്പോൾ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി, ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആകട്ടെ, വേറെ നിലക്കുള്ള ബോർഡർ സെക്യൂരിറ്റി ആകട്ടെ, എന്ത് സെക്യൂരിറ്റി എന്ന് പറയുന്നത് സർവിലൻസിലൂടെയും മിലിറ്ററൈസേഷനിലൂടെയും സൈനികവൽക്കരണത്തിലൂടെയും ഉണ്ടാകുന്നതാണ് എന്നത് തെറ്റായ ഒരാശയമാണ്. അതൊരു ഒരു സ്വേച്ഛാധിപത്യപരമായല്ല, ഒരു അതോറിറ്റേറിയൻ കോൺസെപ്റ്റാണത്. നമ്മൾ മാക്സിമം മിലിറ്ററൈസേഷൻ നടത്തുക, മാക്സിമം സർവിലൻസ് നടത്തുക, അതിലൂടെയാണ് നമുക്ക് സുരക്ഷയും പുരോഗതിയും ഉണ്ടാകുന്നത് എന്നത് അബദ്ധമാണ് എന്നതിൻ്റെ ഇന്നത്തെ തന്നെ ഏറ്റവും വലിയ തെളിവാണ് ഈ പറയുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. അവരിതിലേറ്റവും കുറച്ച് എക്സ്പെൻഡിച്ചറുള്ള രാജ്യങ്ങളാണ്. ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ആകട്ടെ, സർവിലൻസ് ഇതാകട്ടെ, എല്ലാറ്റിലും ഏറ്റവും പുറകിൽ നിൽക്കുന്ന രാജ്യമാണ്. പക്ഷേ നമുക്ക് സാമൂഹിക സുരക്ഷയുടെ കാര്യത്തിൽ, വികസനത്തിൻ്റെ കാര്യത്തിൽ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ എല്ലാറ്റിലും അവരാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ സുരക്ഷ എങ്ങനെയാണ് വരുന്നത്? സർവിലൻസിലൂടെയാണോ, മിലിറ്ററൈസേഷനിലൂടെയാണോ? അങ്ങനെയല്ല. ഒരു സമൂഹത്തെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. ഒരു കോംപ്രഹെൻസീവ് എന്താ പറയുക, ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത് ഓഫ് എ സൊസൈറ്റി, അതാണ് സുരക്ഷ എന്ന് പറയുന്നത്. എല്ലാ അതിലേറ്റവും പ്രധാനം ട്രസ്റ്റാണ്. എന്താ ട്രസ്റ്റ്? സ്റ്റേറ്റ് പൗരൻ്റെ മേലും പൗരന് സ്റ്റേറ്റിനോടുള്ള ട്രസ്റ്റ്. ഇതാണ് ഒരു സ്റ്റേറ്റിനെ ശരിയായ വിധം നിലനിർത്തുന്ന ഏറ്റവും അതിൻ്റെ ആണിക്കല്ലെന്ന് പറയുന്നത് ഈ മ്യൂച്വൽ ട്രസ്റ്റാണ്. നോക്കൂ, ഞാൻ സ്റ്റേറ്റിന് നികുതി കൊടുക്കുന്നു, സ്റ്റേറ്റ് എനിക്ക് എന്ത് തരുന്നു? പ്രൊട്ടക്ഷൻ തരുന്നു. ഞാൻ സ്റ്റേറ്റിന് ലോയൽറ്റി കൊടുക്കുന്നു, ഞാൻ കമ്മിറ്റഡ് ആവുന്നു, എനിക്ക് സ്റ്റേറ്റിനോട് റൈറ്റ്സ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെയുള്ളൊരു മ്യൂച്വൽ കോൺട്രാക്റ്റ്, മ്യൂച്വൽ ട്രസ്റ്റ്, ഇതിലൂടെയാണ് ഒരു സുരക്ഷിതവും വികസിതവുമായിട്ടുള്ളൊരു സമൂഹവും രാജ്യവും ഉണ്ടാകുന്നു, മുന്നോട്ട് പോകുന്നത്. അതല്ല, ഞങ്ങൾ നിങ്ങളെല്ലാം നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും, ആസ് എ ബിഗ് ബ്രദർ, മിലിറ്ററൈസേഷൻ നടപ്പിലാക്കും, എല്ലാവരെയും നിലക്ക് നിർത്തും. ഇങ്ങനെ ഒരു രാജ്യത്തിന് പുരോഗതിയിലേക്കും സുരക്ഷയിലേക്കും പോകാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ബേസിക്കായ ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, അത് ഒരു തമാശ തന്നെ ഒരു കാര്യം കൂടെയാണ്. നമുക്ക് സർവിലൻസ് നടപ്പിലാക്കുക. ഇപ്പം നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് മൊബൈൽ ഫോണിൽ ഈ പറയുന്ന GPS ആക്ടിവേറ്റ് ചെയ്തിരിക്കണം, അത് ബൈ ഡിഫോൾട്ട് ആയിരിക്കണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് പ്രധാനപ്പെട്ട മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾക്ക് കത്തയച്ചതായിട്ട് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതാണ്. റോയിട്ടേഴ്സ് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ച് ഞങ്ങൾ മിനിസ്ട്രിക്ക് കത്തയച്ചു, മെയിൽ അയച്ചു, അവർ കമൻറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എനിവേ, ഒഫീഷ്യൽ പൊസിഷൻ എന്താണ് സർക്കാരിന് നമുക്ക് വന്നിട്ടില്ല. പക്ഷേ ഇത് അസാധാരണമായ സംഭവമല്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഒരു ഓവേലിയൻ സ്റ്റേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു പോയത്, ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ എല്ലാവരും ലൊക്കേഷൻ എപ്പോഴും ഓണായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഗ് ബ്രദർ വാണ്ട്സ് ടു നോ വേ ആർ യു. എല്ലാ സമയവും ആർക്കത് അറിയണം, ബിഗ് ബ്രദറിന് അറിയണം, അല്ലെ സ്റ്റേറ്റിന് അറിയണം. നോക്കൂ, എത്ര നമ്മുടെ ജനസംഖ്യ? 150 കോടിയല്ലേ? 150 കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ഈ സർവ്വ മനുഷ്യരെയും ഇങ്ങനെ സർവിലൻസ് നിർത്തുന്നതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? നോക്കൂ, പെറ്റാബൈറ്റ്സ്, മൗണ്ടൻസ് ഓഫ് പെറ്റാബൈറ്റ്സ് ഡാറ്റ ഇവർ ശേഖരിക്കേണ്ടി വരികയാണ്, സൂക്ഷിക്കേണ്ടി വരികയാണ്. ഈ ഡാറ്റ, ഈ മൗണ്ടൻസ് ഓഫ് ഡാറ്റ ഇവരെന്തു ചെയ്യും? ഇതൊരു പ്രശ്നമല്ലേ? അപ്പോൾ ഈ പറയുന്നത് എന്താണ്? ഓവർ സർവിലൻസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, അതിനെക്കുറിച്ച് സാധാരണ പറയുന്നൊരു വാക്കും എ സിസ്റ്റം ദാറ്റ് ക്യാൻ സീ എവറിത്തിങ് ആൻഡ് നോ നത്തിങ് എന്നുള്ളതാണ്. എല്ലാം കാണാൻ പറ്റും, പക്ഷെ ഒന്നും അറിയാൻ പറ്റില്ല. 150 കോടി മനുഷ്യരുടെ ഡേറ്റ, അവരുടെ മൂവ്മെൻറ്റ്, ലൊക്കേഷൻ ഓണാക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മൂവ്മെൻ്റ് ആണല്ലോ. സഞ്ചാർ സാധ്യത എന്ന് പറഞ്ഞാൽ അവരുടെ വേറെ പല സംഗതികളായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഈ ഡാറ്റ, ഈ പെറ്റാബൈറ്റ്സ് ഓഫ് ഡാറ്റ, ഇതെന്തു ചെയ്യും? ഇതിനെ ആര് മോണിറ്റർ ചെയ്യും? ആര് അനലൈസ് ചെയ്യും? ഇതിന്നൊരു ഇൻഫറൻസ്, ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ എടുക്കാൻ എന്താ ചെയ്യും? അതിന് എത്ര എംപ്ലോയീസിനെ ഡിപ്ലോയ് ചെയ്യണം?
ഓക്കെ എംപ്ലോയീസ് വേണ്ട, നമുക്ക് AI വെച്ച് അത് ചെയ്യാമെന്നാണെങ്കിൽ ഈ AI ഇത് ഇത്രയും ഡേറ്റ പ്രോസസ്സ് ചെയ്തിട്ട് AI തരുന്ന ഇൻഫറൻസ് ഫൈനൽ ഔട്ട്കം റിസൾട്ട് അതിന് എത്രത്തോളം നിങ്ങൾക്ക് റിലേ ചെയ്യാൻ പറ്റും? അത് മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു മണ്ടൻ ആശയമാണ്. എനിക്കൊന്ന് ഈ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഇത്തരം കാര്യങ്ങൾ ഇസ്രായേലിനെയാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു രാജ്യമാണ്. നമ്മുടെ കേരളത്തിൻ്റെ പകുതി മാത്രം വലുപ്പം, ഒരു കോടിയിൽ താഴെയാണ് അവിടുത്തെ ജനസംഖ്യ. ഒരു കോടിയിൽ താഴെ, 1 കോടിക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും ചെറിയൊരു ജിയോഗ്രഫിയും ചെറിയൊരു ഡെമോഗ്രഫിയാണ്. അതുപോലെയല്ല നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ചൈനയെക്കുറിച്ച് പറഞ്ഞാൽ ചൈനയിലെ ഒരു ദിവസത്തെ CCTV ഫുട്ടേജ് മാത്രം, ഇത് ഗവൺമെൻറ് ഇൻസ്റ്റാൾഡ് CCTV ഉണ്ടല്ലോ, അത് മാത്രം 15 പെറ്റാബൈറ്റ്സ് വരുന്നു എന്നുള്ളതാണ്. ഒരു ദിവസത്തെ കേട്ടോ, ഒരു ദിവസം ഈ 15 പെറ്റാബൈറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇമാജിൻ എന്തായിരിക്കും ആ ഡാറ്റയുടെ ഒരു വലുപ്പം എന്ന് ആലോചിച്ചു. ഈ ഡാറ്റ എന്ത് ചെയ്യും? ഇതൊരു ഭാരമായി മാറുക, അതിനുവേണ്ടി ഭയങ്കരമായിട്ട് ചിലവാകുക എന്നുള്ളതല്ലാതെ ഇതിന് ഏതെങ്കിലും നിലക്കുള്ളൊരു മെറ്റിക്കുലസ് അനാലിസിസ് നടത്തിയിട്ട് ഈ പറയുന്ന സ്റ്റേറ്റ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ തീവ്രവാദ പണിയുമായിട്ട് നടക്കുന്ന ചങ്ങായി ഉണ്ടല്ലോ, അവൻ അതിൽ റിസർച്ച് ചെയ്യുന്ന ഒരാളായിരിക്കും. അവൻ ഇതിനെല്ലാം മറികടക്കാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക അതാണ് അവൻ ആലോചിക്കുക. അവന് ഈ പറയുന്ന ഇത്രയും ഹ്യൂജ് മൗണ്ടൻ ഓഫ് ഡാറ്റ ഇടയിൽ ഈ തുരപ്പം പണിയെടുക്കുന്നവന് ഇത് വെച്ച് പിടിക്കാനൊന്നും പറ്റില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചൈന. ഇപ്പോൾ ഹോങ്കോങ്ങിൽ അവരുടെ ഈ പറയുന്ന സർവിലൻസ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹോങ്കോങ്ങിലാണ്. ഹോങ്കോങ്ങിൽ 2019 നടന്നിട്ടുള്ള നമുക്കറിയാം, പ്രക്ഷോഭം നമുക്കറിയാം. അവർ പുതിയ പല ടൂളുകളും പുതിയ പല മെക്കാനിസമാണ് അതിന് ഉപയോഗിക്കുന്നത്, ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പ്രക്ഷോഭത്തിൻ്റെ ആശയജനങ്ങളെ കൊടുക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ബൾക്കായിട്ട് മില്യൺ കണക്കിന് മനുഷ്യരുടെ ഡാറ്റ ഇങ്ങനെ എല്ലാ ദിവസവും സമാഹരിച്ച് നമുക്കൊരു എല്ലാം നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കളയാമെന്ന് ചുമ്മാ വിചാരിക്കുകയാണ്. അതിനുവേണ്ടി കോടികൾ തുലയ്ക്കേണ്ടി വരും, ഒരുപാട് മനുഷ്യരുടെ ജീവൻ തുലയ്ക്കേണ്ടി വരും, റോങ്ഫുള്ളി പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും, ഒരുപാട് മനുഷ്യർ തെറ്റായ അനാവശ്യമായ കേസുകളും അലമ്പുകളൊക്കെ പെടും എന്നുള്ളതല്ലാതെ സ്റ്റേറ്റ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഇവർ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യം ഇതുകൊണ്ട് നേടിയെടുക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഇങ്ങനത്തെ ഈ ജാതി സർവൈലൻസ് സംവിധാനങ്ങളുമായി നിന്ന് രാജ്യങ്ങളൊക്കെ ഇല്ലാണ്ടായി, രാജ്യങ്ങൾ ദുർബലമായതല്ല, ഇല്ലാണ്ടായി പോയ കഥയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൂടെ മനസ്സിലാക്കണം. അതുകൊണ്ട് വെറുതെ ഇത് നമ്മളെല്ലാം ഇങ്ങനെ ശത്രുക്കളാൽ വലയപ്പെട്ടിരിക്കുകയാണ്. ചുറ്റുമിരിക്കുന്നവരെല്ലാം ശത്രുക്കളും, അകത്ത് ശത്രുക്കൾ, ഇപ്പുറത്തെ ശത്രുക്കൾ, ആഭ്യന്തര ശത്രുക്കൾ, അവിടെ ശത്രു, ഇവിടെ ശത്രു എന്ന മട്ടിൽ ഉത്തിഷ്ഠ ജാഗ്രത മസിൽ പിടിച്ച ഈ ജീവിതമായിട്ട് നടക്കുന്ന, അങ്ങനെ വിചാരിക്കുന്നൊരു സംവിധാനത്തിൽ നിന്നാണ് ഇത്തരം ആശയങ്ങൾ വരുന്നത്. നോക്കൂ, ഒരു നല്ലൊരു ബെസ്റ്റ് ഗവേണൻസ് കൊടുക്കാൻ പറ്റുമോ എങ്കിൽ രാജ്യത്ത് സുരക്ഷയുണ്ടാവും, സമൃദ്ധി ഉണ്ടാവും, ജനങ്ങൾ ആശ്വാസത്തോടെ ജീവിക്കും.